ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ പേര് വിനീത് എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിനകത്ത് നമ്മുടെ സിഗ്നൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ പുതിയ ആൾക്കാരാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓൺ ചെയ്തിടുക. അതുപോലെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെബ് ബ്രൗസർ എടുക്കുക. അതിനകത്ത് നമ്മൾ ഗൂഗിൾ എടുത്തു. അങ്ങനെ ഗൂഗിളിനകത്ത് നമ്മൾ സിഗ്നൽ ആപ്പ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ സിഗ്നൽ ആപ്പ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് സിഗ്നൽ എന്നുള്ള ഒരുപാട് ലിങ്കുകൾ കാണും. അത് മിക്കവാറും ഫസ്റ്റ് തന്നെയായിരിക്കും. സിഗ്നൽ ഒരു ഹോം എന്നുള്ളൊരു ലിങ്ക് കാണും. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ അവരുടെ സിഗ്നൽ വെബ്സൈറ്റിനകത്ത് കയറുന്നു. ഓക്കെ, സിഗ്നൽ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ മുകളിലത്തെ ലൈനിൽ തന്നെ ഗെറ്റ് സിഗ്നൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു ടാബ് ഉണ്ട്, ഗെറ്റ് സിഗ്നൽ എന്നുള്ളൊരു ടാബ് ഉണ്ട്. അപ്പോൾ ആ ഗെറ്റ് സിഗ്നൽ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസാണ് വരിക. ഒന്ന് സിഗ്നൽ ഫോർ മൊബൈലും ഒന്ന് സിഗ്നൽ ഫോർ ഡെസ്ക്ടോപ്പും. ഓക്കെ, അപ്പോൾ സിഗ്നൽ ഫോർ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ മിക്ക ആൾക്കാരും വിൻഡോസ് PC ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ അതിനകത്ത് കിടക്കുന്നത് ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേഗം ആ സാധനം ഡൗൺലോഡ് ആവാൻ തുടങ്ങും. ഏതാണ്ട് ഒരു 116 MB ഉള്ള ഒരു ഫയലാണ്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റലേഷൻ കഴിയേണ്ടതാണ്. അങ്ങനെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ ആപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ സിഗ്നൽ ആപ്പ് ഓപ്പൺ ചെയ്ത് തരുമ്പോൾ അവർ എന്താ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് യുവർ ഫോൺ ടു സിഗ്നൽ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകാർക്കുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ആപ്പിൾ ഫോണുകാർക്കുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം പേരും ആൻഡ്രോയിഡ് യൂസേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ സിഗ്നലിൻ്റെ സെറ്റിങ്സിനകത്ത് പോവുക. നമുക്ക് സെറ്റിങ്സിനകത്ത് പോയിട്ട് ലിങ്ക്ഡ് ഡിവൈസിനകത്ത് കയറിയിട്ട് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു QR കോഡ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോൺ കൊണ്ട് ആ ഡെസ്ക്ടോപ്പിൽ കാണുന്ന QR കോഡിനെ സ്കാൻ ചെയ്യുക. അങ്ങനെ സ്കാൻ ചെയ്ത ഉടനെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ പേര് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ തന്നെ എഴുതി കാണിക്കും. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറിൽ എഴുതി കാണിക്കും. കമ്പ്യൂട്ടറിൻ്റെ പേര് ചൂസ് ദിസ് ഡിവൈസ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷ് ദ ലിങ്കിങ് പ്രോസസ്സ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിങ്കിങ് കോൺടാക്ട്സ് ആൻഡ് ഗ്രൂപ്പ്സ് എന്നുള്ളൊരു ഓപ്ഷനാണ് കാണുക. അത് കുറച്ച് നേരം അങ്ങനെ സിങ്കിങ് കോൺടാക്ട്സ് ആൻഡ് ഗ്രൂപ്പ്സ് എന്നുള്ള കാര്യങ്ങൾ കാണിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നൽ എന്നുള്ളത് ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിൽ കോൺടാക്ട്സ് എല്ലാം കാണിക്കുന്നുണ്ട്, ഗ്രൂപ്പ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. ഏതൊരു കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട മെസ്സേജോ എന്തൊക്കെ കാര്യങ്ങൾ ഫോണിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്തേക്ക് വരിക. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ.